വർക്കല ഹരിഹരപുരത്ത് മയക്കുമരുന്ന് നൽകി വീട്ടുകാരെ അബോധാവസ്ഥയിലാക്കിയ ശേഷം മോഷണത്തിന് ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച പ്രതി കോടതിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. നേപ്പാൾ അജാൻ ജില്ലയിലെ കൈവേലി ഗ്രാമത്തിൽ 48 വയസ്സുള്ള രാംകുമാറാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് രാംകുമാറിനെ വർക്കല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിക്കുകയും കോടതി നടപടികൾക്കിടെ ഇയാൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശാനുസരണം പോലീസ് ഇയാളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ഇക്കഴിഞ്ഞ 23-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടി ഹരിഹരപുരം ഹൈസ്കൂളിന് സമീപം ലൈം വില്ലയിലാണ് സംഭവം. വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷമാണ് വീട്ടുജോലിക്കാരി നേപ്പാളി സ്വദേശിയായ സോഖില മോഷണത്തിന് ശ്രമിച്ചത്. വീട്ടുകാർ മയങ്ങിയ ശേഷം സോഖില 4 അംഗ സംഘത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതിനിടെ ഗ്രഹനാഥയായ ശ്രീദേവിയമ്മയുടെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മകൻ രാജീവ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു. എന്നാൽ ആരെയും കിട്ടാത്തതിനെ തുടർന്ന് അയൽപക്കത്തുള്ള ബന്ധുവിനെ രാജീവ് ഫോണിൽ വിളിച്ചിരുന്നു. ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടുകാർ മയങ്ങിക്കിടക്കുന്നതായി കണ്ടത്. ഇതിനിടെ വീടിന്റെ പിന്നിലെ മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 42 വയസ്സുള്ള ജനക്ഷയുടെ കാൽ കമ്പിയിൽ കുരുങ്ങി പരിക്കേൽക്കുകയും ഇയാളെ നാട്ടുകാർ പിടികൂടുകയുമായിരുന്നു. രാംകുമാറിനെ പുലർച്ചെയോടെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇവരുടെ വീട്ടിൽ ജോലി നോക്കി വന്ന സോഖിലയെയും 2 കൂട്ടുപ്രതികളെയും ഇനി കിട്ടാനുണ്ട്. ഇവർ സഞ്ചരിച്ച ഓട്ടോ കൊല്ലം ഭാഗത്തു നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ശ്രീദേവിയമ്മ, മരുമകൾ ദീപ, ഹോം നഴ്സ് വെഞ്ഞാറമൂട് സ്വദേശിനി സിന്ധു എന്നിവർക്കാണ് ചപ്പാത്തിയിലും വെജിറ്റബിൾ കറിയിലും മയക്കുമരുന്ന് കലർത്തി നൽകിയത്. ഇവർ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിടിയിലായ പ്രതികളിൽ മരണപ്പെട്ട രാംകുമാറിന്റെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കും. കോടതി മുറിക്കുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചതിനാൽ കേസിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ഉണ്ടാകും. ഇന്ന് വർക്കലയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സംഘം എത്തും എന്ന സൂചനയുമുണ്ട്. അസ്വാഭാവിക മരണത്തിന് ആയിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബീക്കൺ ന്യൂസ്, വർക്കല.